മയ്യത്ത് വെച്ച് കാശുണ്ടാക്കുന്നവരോടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇത് ആരും അറിയുന്നില്ല, അത് നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇത് പറയണ്ട എന്ന് വിചാരിച്ച് നിന്നതാ. ഇപ്പൊ എന്റെ മുന്നിൽ ഒരു നല്ല അവസരം വന്ന് ഇപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാൻ എന്നോട് പൊറുക്കൂലട്ടോ. കഴിഞ്ഞ 30-ാം തീയതി ഹസീബും 2 ആൾക്കാരും എൻ്റെ അടുത്ത് വന്നു മുറൂറിൽ വെച്ച്. ഞാൻ വണ്ടി സംബന്ധമായിട്ട് ഒരു കേസിന് പോയതാ. അപ്പൊ അവിടെ വെച്ചിട്ട് നിങ്ങൾ തെരഞ്ഞു നടക്കുകയായിരുന്നു, നിങ്ങളെ പടച്ച റബ്ബാണ് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് എൻ്റെ കമ്പനിയിൽ നിന്ന് ചേന്നമംഗലൂർ സ്വദേശിയായ ഒരു കുട്ടി പൈസ എടുത്ത് പോയിരുന്നു. അത് ഞാൻ അവിടെ കേസാക്കി ഒമാൻ വഴി ചാടി എന്നൊക്കെ ഞങ്ങൾ വീഡിയോ പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിൻ്റെ രക്തത്ത് പറഞ്ഞ തന്നെ വേറെ ഒരു ചെക്കൻ ഇവരെ കമ്പനിയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി. അവൻ്റെ 26 വയസ്സായ ഒരു ചങ്ങാതിയുടെ കമ്പനിയിൽ നിന്നാണ്, ചെറുതായി തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ഈ സമയത്താണ് ഇത് അടിച്ചു പോയതോടുകൂടി ഇവന് കൊടുക്കാനുള്ള പൈസ ഇല്ലാതായി ഡിപ്രഷനായി. അവൻ ആകെ ടെൻഷനായി. എന്നെ കണ്ടപ്പോൾ ഒരു സമാധാനമായി അവനക്ക്. അതും കഴിഞ്ഞ് അവൻ റൂമിലേക്ക് പോയി. 3 മണിക്കൂറിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഹസീബിൻ്റെ. കരഞ്ഞുകൊണ്ടാണ് ഹസീബിനെ വിളിച്ചത്, പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്, ഈ കുട്ടി മരിച്ചുപോയി എന്ന്. ഞാനും ഞെട്ടിപ്പോയി. കാരണം 3 മണിക്കൂർ മുമ്പ് എൻ്റെ മുന്നേ വന്ന ആള് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം നിങ്ങൾ ഓർക്കുക. ഇനിയാണ് നമ്മളെ ട്വിസ്റ്റ് വരുന്നത് കേട്ടോ. ഈ മരിച്ചതിന് ശേഷം ഈ ഹസീബും ഈ സമതും അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഈ ലോബികളുടെ ഈ ശവന്തിനികൾ ഇവരെ വിളിച്ചതും കാര്യങ്ങളൊക്കെ ഇവര് തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞാൽ അത് എവിടെ എത്തൂല. ആ മരണശേഷം ഹസീബും ഡിപ്രഷൻ വിട്ടിട്ടില്ല, അതുകൊണ്ട് മുഖം കാണിക്കുന്നില്ല. എങ്കിലും ആ കാര്യങ്ങൾ ഒന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. അത് അനിയൻ മരിച്ചു എന്നുള്ളത് ആംബുലൻസ് വന്ന് കൺഫേം ചെയ്ത് സൈലന്റ് അറ്റാക്ക് ആണെന്നുള്ളത് കൺഫേം ചെയ്തതിനു ശേഷം പിന്നെ ഷെരീഫ്ക്കൊക്കെ അറിയില്ല, ആദ്യം നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളെയാണ്, നമ്മൾ അനിയൻ മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷെരീഫ്ക്ക തന്ന 2 കോൺടാക്ട്സ് ആണ്. ഒന്ന് സമതുക്കാടെ കോൺടാക്ട്, ഗവൺമെന്റ് സോഷ്യൽ വർക്കറുടെ നമ്പറും, പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഷഹീർ സാറിന്റെ നമ്പറാണ് ഷെരീഫ്ക്ക തന്നത്. ആ 2 ബന്ധങ്ങളാണ് ഈ മയ്യത്ത് നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള പ്രൊസീജിയേഴ്സ് മയ്യത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്ന് നിങ്ങൾ തന്നു. പിന്നെ ആരൊക്കെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു? ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനിയൻ മരിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് വരുന്ന കോളുകൾ ഒരു 17ഓളം കോളുകൾ വന്നു. ഏജന്റുമാരാണ് പലരും, പ്രമുഖരായിട്ട് യു എയിൽ അറിയപ്പെടുന്ന ഏജന്റുമാര്. ഈ മയ്യത്തിനെ എത്തിക്കാൻ എനിക്ക് ഇത്ര രൂപ വേണം, എത്ര രൂപ വേണം, 8,000 ദിറംസ്, 10,000 ദിറംസ്, 10,000 ദിറംസ്. അപ്പൊ എനിക്കറിയില്ല ഇത് എന്താ സംഭവം എന്നറിയില്ല. പിന്നെ റിപ്പീറ്റഡ് കോളുകൾ വരികയാണ്. അത് നമുക്ക് നല്ലൊരു ഏജന്റ് ഉണ്ട്, അവന് 6 മയ്യത്ത് നിന്ന് വിട്ട് 7 മയ്യത്ത് നിന്ന് വിട്ട്. നമ്മുടെ സഹോദരൻ മരിച്ച് മയ്യത്ത് അവിടുന്ന് ആംബുലൻസിൽ കൊണ്ടുനാട്ടി മുന്നേ എവിടുന്ന് എന്റെ നമ്പർ ഇവർ കിട്ടിയെന്ന് അറിയില്ല. വിളിച്ചിട്ട് പറയാണ് നമ്മുടെ അരിച്ചാക്കൊക്കെ നാട്ടിൽ അയക്കണ പോലെയാണ് ഇവർ പറയണത്. അത് വളരെയധികം പ്രയാസമാണ്. കാരണം ഈ മനുഷ്യന്മാർ ഇങ്ങനെയും ആളുകളുടെ മയ്യത്തിന് മുകളിൽ പൈസ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അത് വല്ലാത്ത പ്രയാസം.